നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് സമാപനമാവുകയാണ്. പതിവ് പോലെ തന്നെ വോട്ട് ചോർച്ച അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. യുവനടിയുടെ വെളിപ്പെടുത്തലിൽ പ്രതിരോധത്തിലായ കോൺഗ്രസിന് ഔദ്യോഗികമായ വിശദീകരണമൊക്കെ നൽകേണ്ട ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. എല്ലാ വിശദാംശങ്ങളിലേക്കും പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. യുവനടിയുടെ വെളിപ്പെടുത്തലിൽ പ്രതിരോധത്തിലായി കോൺഗ്രസ്. വെളിപ്പെടുത്തൽ നടത്തിയത് ഇത്തരം ആൾക്കാരിൽ നിന്ന് രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കാനെന്നും റിനി. ഗുരുതര പ്രശ്നങ്ങൾ നേരിട്ട നിരവധി പെൺകുട്ടികളുണ്ടെന്നും യുവനടി. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ആരോപണവുമായി പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കറും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് സമാപനം. വോട്ടർ പട്ടിക ക്രമക്കേട്, മന്ത്രിമാരെ അയോഗ്യരാക്കൽ ബില്ല് എന്നിവയിൽ ഇന്നും പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം. ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളെ നിയന്ത്രിക്കാനുള്ള ബിൽ ഇന്ന് രാജ്യസഭയുടെ പരിഗണനയിൽ. മന്ത്രിമാരെ അയോഗ്യരാക്കൽ ബില്ലിൽ JPC രൂപീകരിക്കുന്നതും പരിഗണനയിൽ. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരെ രാഷ്ട്രപതി നൽകിയ റഫറൻസിന്റെ വാദം ഇന്നും തുടരും. സമയപരിധി ഭരണഘടനാ വിരുദ്ധമെന്ന നിലപാടിൽ ഉറച്ച് കേന്ദ്ര സർക്കാർ. കേന്ദ്രത്തിന്റെ വാദം ഇന്നും തുടരും. ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി B. സുദർശൻ റെഡ്ഡി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പത്തനംതിട്ട കോന്നിയിൽ KSRTC ഡിപ്പോയ്ക്ക് സ്ഥലം നികത്തിയതും കെട്ടിടം നിർമ്മിച്ചതും സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ. കണ്ടെത്തൽ റവന്യൂ വകുപ്പിന്റെ സർവേയിൽ. കയ്യേറ്റം കണ്ടെത്തിയതോടെ കോന്നിയിലെ KSRTCയുടെ പദ്ധതി അനിശ്ചിതത്വത്തിൽ. ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ആദ്യഘട്ട ആക്രമണം തുടങ്ങിയതായി ഇസ്രയേൽ സേന. സെയ്തൂൺ ജബലിയ മേഖലയിലേക്ക് സൈനിക നീക്കം തുടങ്ങി. ആയിരക്കണക്കിന് പലസ്തീനികൾ തെക്കൻ ഗാസയിലേക്ക് നീങ്ങുന്നു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 2ാം സീസൺ ഇന്ന് തുടക്കം. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സെയിലേഴ്സ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. 7:30 നടക്കുന്ന 2ാം മത്സരത്തിൽ അദാനി ട്രിവാൻഡ്രം റോയൽസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് പോരാട്ടം. വിശദമായി നോക്കാം. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ നടിയും മാധ്യമപ്രവർത്തകയുമായ റിനി ആൻ ജോർജിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് MLAയുമായ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പ്രതിഷേധം ശക്തം. രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട്ടെ MLA ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. യുവനേതാവിൽ നിന്ന് ദുരനുഭവമുണ്ടായ കാര്യം പ്രസ്ഥാനത്തിലെ മറ്റ് നേതാക്കളോട് പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് റിനിയുടെ വെളിപ്പെടുത്തൽ. തെളിവുകൾ ആവശ്യമുള്ളപ്പോൾ പുറത്തുവിടുമെന്നും നടി വ്യക്തമാക്കി. ഇതോടെ സംഭവത്തിൽ വിശദീകരണം നൽകാൻ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിതരായിരിക്കുകയാണ്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഴുത്തുകാരി ഹണി ഭാസ്കറും രംഗത്ത് വന്നിരിക്കുകയാണ്. തന്നോട് ചാറ്റ് ചെയ്ത ശേഷം തന്നെക്കുറിച്ച് മറ്റുള്ളവരോട് മോശമായി സംസാരിച്ചു. എതിർ രാഷ്ട്രീയത്തിലുള്ളവർ പോലും തന്നോട് ഇങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ വരുന്നു എന്ന് ഗമ പറഞ്ഞു. കൂട്ടത്തിലുണ്ടായിരുന്നവരാണ് തന്നോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തുടക്കത്തിൽ മെസ്സേജിന് മറുപടി നൽകിയിരുന്നു. രാഹുലിന്റെ സ്വഭാവം മോശമാണെന്ന് തോന്നിയതിനാൽ പിന്നീട് മറുപടി അയച്ചില്ല. തന്നോട് രാഹുൽ നടത്തിയ ചാറ്റിൽ മോശം പരാമർശമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇരകളായ നിരവധി സ്ത്രീകളെക്കുറിച്ച് തനിക്ക് അറിയാം ും ഹണി ഭാസ്കർ പ്രതികരിച്ചു. ഷാഫി പറമ്പിലിനെതിരെയും അവർ വിമർശനം ഉന്നയിച്ചു. രാഹുൽ സമീപിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളുടെ അടുത്തും നീ മാത്രം ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അയാളെ പറഞ്ഞിരിക്കുന്നത്. കാരണം മറ്റൊരാളില്ല, എൻ്റെ സ്നേഹം നിങ്ങൾക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം ഇത് എവിടെയും ഇരകൾ തമ്മിൽ പരസ്പരം അറിയുന്നില്ല. അവരൊക്കെ വിചാരിക്കുന്നത് ഇയാൾ കാണിക്കുന്ന സ്നേഹം സത്യമാണെന്ന് വിശ്വസിച്ചിട്ടാണല്ലോ ഇയാൾ കൂടെ പോകുന്നത്. പക്ഷേ ഇതല്ല അതിൻ്റെ രീതി എന്നുള്ളത് കൃത്യമായിട്ടും എനിക്ക് ജനത്തോട് പറയേണ്ടതുണ്ട്. കാരണം ഇയാൾ ആൾക്കൂട്ടങ്ങളിൽ പറഞ്ഞുണ്ടാക്കുന്ന ഈ വൃത്തികേടുകൾ ജനം അറിഞ്ഞാൽ മാത്രമേ ഇതുവരെ പെട്ടു. ഇനി ഒരു സ്ത്രീകളും അതിൽ പെടാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ കൺസേൺ. അതുകൊണ്ടാണ് ഇനി ഏറ് കിട്ടിയാലും കുഴപ്പമില്ല, ഇത് ഞാൻ എക്സ്പോസ് ചെയ്യുന്നത് ഞാൻ തീരുമാനിക്കുന്നത്. കാരണം ഇതിപ്പോൾ എൻ്റെയും കൂടെ വിഷയമാണല്ലോ. അങ്ങനെ അതിനുള്ള ധൈര്യം രാഹുലിനുണ്ടെങ്കിൽ രാഹുൽ അത് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ അതിനെ ധീരമായിട്ട് തന്നെ ഞാൻ അതിനെ ഫേസ് ചെയ്യും. എനിക്ക് ഈ ഒരു വിഷയത്തിൽ യാതൊരുവിധ ക്ലാരിറ്റി പ്രശ്നവുമില്ല.
യുവനടിയുടെ വെളിപ്പെടുത്തലിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ്. വെളിപ്പെടുത്തൽ നടത്തിയത് ഇത്തരം ആൾക്കാരിൽ നിന്ന് രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കാനെന്നും റിനി ഗുരുതര പ്രശ്നങ്ങൾ നേരിട്ട നിരവധി പെൺകുട്ടികളുണ്ടെന്നും യുവനടി വെളിപ്പെടുത്തുന്നു. വിവരങ്ങളുമായി AT അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, ഇതിൽ യുവനടി പേര് വെളിപ്പെടുത്തിയിരുന്നില്ല കോൺഗ്രസ് നേതാവിന്റെ, എന്നാൽ ഹണി ഭാസ്കർ പേര് വെളിപ്പെടുത്തി തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ആരോപണങ്ങൾ കൂടുതൽ വരുന്നു. കോൺഗ്രസ് എത്രത്തോളം പ്രതിരോധത്തിലാണ്, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് വിശദീകരണം നൽകേണ്ട അല്ലെങ്കിൽ നിർബന്ധിതമായ ഒരു സാഹചര്യം കൂടിയല്ലേ ഉള്ളത് ഈ വെളിപ്പെടുത്തൽ ഒന്നിന് പിറകെ ഒന്നായി വരുന്ന ഒരു സാഹചര്യത്തിൽ? അവിടെ തീർച്ചയായും ഇന്നലെ മുതൽ കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു വിശദീകരണമോ മറ്റോ വന്നിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ട കാരണം ഈ റിനി ആൻ ജോർജ് പേര് വെളിപ്പെടുത്തിയിരുന്നില്ല എന്നതാണ്. പക്ഷേ ഇന്നലെ വൈകുന്നേരമായപ്പോഴേക്കും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്കൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധ മാർച്ച്, പ്രത്യേകിച്ച് BJPയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ തെരുവിലേക്ക് ഈ ഒരു പ്രതിഷേധം വലിയ പ്രക്ഷോഭമായി തന്നെ വരുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. അതായത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതും അത് തന്നെയാണ്. പരസ്യമായ പ്രതിഷേധങ്ങളും ആരോപണങ്ങളും ഒക്കെ മുന്നോട്ട് വരുന്നതോടുകൂടി കോൺഗ്രസ് നേതൃത്വം വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് അനുഭവിക്കുന്നത്. കാരണം ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം, ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നൽകേണ്ടത് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച ഒരു വലിയ പ്രതിസന്ധിയായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ റിനി പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ നിന്നുള്ള ആള് തന്നെയാണ്. പ്രതിപക്ഷ നേതാവിനെയൊക്കെ അറിയാം. അങ്ങനെ പല കോൺഗ്രസ് നേതാക്കളോടും അടുപ്പം ഒക്കെയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണവും ഈ വിഷയത്തിൽ വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല ഈ സംഭവത്തെ കുറിച്ച് പല പ്രസ്ഥാനത്തിലെ പാർട്ടിയുടെ പല ആളുകളോടും സംസാരിച്ചിട്ടുണ്ട് എന്നും ഇവർ വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ കാര്യം അറിഞ്ഞിട്ട് പോലും പാർട്ടിയിലെ ആളുകൾ, മുതിർന്ന നേതാക്കൾ അതിൽ നടപടിയെടുത്തില്ല, യാതൊരു വിധത്തിലുള്ള നടപടിയും എടുത്തില്ല എന്നുള്ളതാണ് ഗുരുതരമായ ആരോപണം. അതുകൂടി ആകുമ്പോൾ കോൺഗ്രസ് നേതൃത്വം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഈ ഘട്ടത്തിൽ നേരിടുന്നത്. അമ്പിളി, ശരി, യുവനടിയുടെ വെളിപ്പെടുത്തലിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ്. ഗുരുതര പ്രശ്നങ്ങൾ നേരിട്ട നിരവധി പെൺകുട്ടികളുണ്ടെന്നും പലരും വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വരികയാണ്. എന്തായാലും കോൺഗ്രസ് നേതൃത്വം ഇതിന് വിശദീകരണം നൽകാൻ ബാധ്യതയായുള്ള അല്ലെങ്കിൽ നിർബന്ധിതമായ ഒരു സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്തുള്ളത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അശ്വതി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് സമാപിക്കും. വോട്ടർ പട്ടിക ക്രമക്കേട്, വോട്ട് മോഷണം എന്നീ ആരോപണം ഉയർത്തി ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം തുടരും. ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകളെ നിയന്ത്രിക്കാനും ചൂതാട്ടത്തിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ലക്ഷ്യമിട്ട് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ രാജ്യസഭ പരിഗണിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇന്ന് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിക്കുകയാണ്. ഇന്നും വോട്ട് ചോർച്ച, അതുപോലെ തന്നെ മന്ത്രിമാരെ അയോഗ്യരാക്കുന്ന അടക്കമുള്ള ബില്ലിൽ പ്രതിഷേധം ശക്തമാകാൻ തന്നെയല്ലേ സാധ്യതയുള്ളത്? അമ്പിളി, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ തരത്തിൽ തന്നെ പ്രതിഷേധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ വിഷയത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ട് പോകേണ്ടതില്ല. അതേസമയം തന്നെ ഇന്നലെ ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് ഇന്ന് രാജ്യസഭയിലേക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായും ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് രാജ്യസഭ കടക്കുന്നതിന് വലിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇന്നലെയും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ എതിർപ്പ് അതുമായി ബന്ധപ്പെട്ട് ഉയർന്നില്ല. അത് ഇന്നലെ സ്പീക്കർ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എതിർപ്പൊന്നും ഉണ്ടാകില്ലോ, നിങ്ങൾ ഇപ്പോഴും ബഹളം വയ്ക്കുന്നത് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടല്ലേ എന്ന് അദ്ദേഹം എടുത്തു ചോദിക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ ബില്ല് എന്തായാലും പാർലമെന്റിൽ പാസ്സാക്കുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും. അതേസമയം തന്നെ ഭരണഘടനാ ഭേദഗതി ബില്ലിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ഗൗരവമായി തന്നെ വിഷയം കൈകാര്യം ചെയ്യാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനു മുൻപ് പാർലമെന്റ് പാസ്സാക്കിയ പല ബില്ലുകൾക്ക്, നിർണായക ബില്ലുകൾക്കെതിരെ പോലും കോടതിയിലേക്ക് അടക്കം സമീപിക്കുന്ന സാഹചര്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അത്തരം നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. അതേസമയം തന്നെ വോട്ട് ചോർച്ചയിൽ ഇനി ഒരു തരത്തിലും ചർച്ച വേണ്ട എന്ന് തന്നെയാണ് ഭരണപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് അതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നത്. അതുകൊണ്ട് അതിലേക്ക് മറ്റ് തർക്കങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നു. അതേസമയം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഈ വോട്ടർ പട്ടിക ക്രമക്കേടും SIR-ഉം ഉയർത്തുന്നത് ബീഹാറിലാണ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ്. ഇന്ന് അവിടെ പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 10,000-ലധികം കോടി രൂപയുടെ പുതിയ പദ്ധതികൾ പ്രധാനമന്ത്രി അവിടെ ബീഹാറിൽ ഉദ്ഘാടനം ചെയ്യുന്നു. സ്വാഭാവികമായും
അതിന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. ബീഹാറിലെ ജനങ്ങളെ കൂടെ നിർത്തുക എന്നുള്ളതാണ് പ്രധാനമായും NDA ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നേരിട്ടെത്തി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ നിരവധി ബീഹാറിലും പശ്ചിമ ബംഗാളിലുമാണ് 2 പദ്ധതികൾ ഇന്ന് പ്രധാനമന്ത്രി സമർപ്പിക്കുന്നത്. പക്ഷേ ബീഹാറിലാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രാഹുൽ ഗാന്ധിയുടെ യാത്ര അവിടെ നടക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി ബീഹാറിലേക്ക് എത്തുന്നത്. പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ പ്രശാന്ത് പറയുന്ന അനുസരിച്ചാണെങ്കിൽ വർഷകാല സമ്മേളനം ഇന്ന് സമാപിക്കുമ്പോഴും പ്രതിപക്ഷം ഇരു സഭകളും കൂടുതൽ പ്രതിഷേധിച്ച് പ്രക്ഷുബ്ധമാക്കാൻ തന്നെയായിരിക്കും സാധ്യത. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരെ രാഷ്ട്രപതി നൽകിയ റഫറൻസിലെ വാദം ഇന്നും തുടരും. കേന്ദ്ര സർക്കാരിന്റെ വാദമാണ് തുടരുന്നത്. ഈ ബില്ലുകൾ അനിശ്ചിതകാലം നീളുന്നതിൽ കേന്ദ്രത്തിനോട് സുപ്രീം കോടതി പരിഹാരം ചോദിച്ച ഒരു സാഹചര്യമാണുള്ളത്. ഈ സമയപരിധി ഭരണഘടനാ വിരുദ്ധമെന്ന നിലപാടിൽ ഉറച്ചു തന്നെ കേന്ദ്ര സർക്കാർ നിൽക്കുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ് ഇതുവരെയുള്ള സാഹചര്യം. പ്രത്യേകിച്ച് അതിലൊരു തരത്തിലും പിന്നോട്ട് പോകേണ്ടതില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ നേരത്തെ നൽകിയ സത്യവാങ്മൂലത്തിൽ ചോദിച്ച അതുമായി സമാനമായ തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് രാഷ്ട്രപതിയുടെ റഫറൻസിലുമുള്ളത്. സ്വാഭാവികമായും എന്തിനാണ് അങ്ങനെ ഒരു നീക്കം എന്നുള്ളതാണ് പ്രധാനമായും കേന്ദ്രം ചോദിക്കുന്നത്. മാത്രമല്ല അങ്ങനെ ഒരു അധികാരം, അതായത് ഒരു സമയപരിധി വെച്ച് കഴിഞ്ഞാൽ പുതിയ കൂടുതൽ ബില്ലുകൾ വരും. മാത്രമല്ല ഈ ബില്ലുകളിലെ വിവേചനാധികാരം ഉപയോഗിക്കുന്നത് ബില്ലുകൾ ഏത് തരത്തിലാണ് രാജ്യത്തെ ബാധിക്കുക, സമൂഹത്തെ ബാധിക്കുക, അതുമായി ബന്ധപ്പെട്ട ആളുകളെ ബാധിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായും പരിശോധിക്കുന്നതിന് വേണ്ടി ആണ് ഇത്തരമൊരു വിവേചനാധികാരം വെച്ചിട്ടുള്ളത്. അതിലൊരു സമയപരിധി വെച്ച് കഴിഞ്ഞാൽ അത് വളരെ തിടുക്കപ്പെട്ട് തന്നെ നടത്തിക്കൊണ്ടുപോകേണ്ട സാധ്യത ഉണ്ടാവും. ചിലപ്പോൾ പല കാര്യങ്ങളെ സംബന്ധിച്ചും വിശദമായ പരിശോധനകൾ വേണ്ടിവരും. അതുകൊണ്ട് അത് അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ കോടതി ചോദിച്ച ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. അങ്ങനെ ഒരു അനിശ്ചിതകാലമായി നീട്ടിക്കൊണ്ടുപോകുന്നത് കൊണ്ട് എന്ത് പരിഹാരമാണ് ഉണ്ടാവുക? മാത്രമല്ല നിയമനിർമ്മാണ സഭയായ നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഇത്തരത്തിൽ തടഞ്ഞു വെക്കാൻ എന്ത് അധികാരമാണ് ഗവർണർ അടക്കമുള്ള സംവിധാനങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളതാണ് സുപ്രീം കോടതി ചോദിച്ചത്. ഭരണഘടനയിൽ 200-201 വകുപ്പുകൾ പ്രകാരം അത് നൽകുന്നുണ്ട്. പക്ഷേ അതിനൊരു വിവേചനാധികാരം പറഞ്ഞുകൊണ്ട് ഈ സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അപ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ കേന്ദ്ര സർക്കാർ തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ആവർത്തിച്ചിട്ടുണ്ട്. ശരി, എന്തായാലും ഡൽഹി കേന്ദ്രീകരിച്ചുള്ള 2 പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു KK പ്രശാന്ത്. ഇനി മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ എറണാകുളം കോട്ടുവള്ളിയിൽ വീട്ടമ്മ പുഴയിൽ ചാടി മരിച്ച സംഭവത്തിൽ പ്രതികളായ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും ഭാര്യയും ഒളിവിൽ തുടരുകയാണ്. പ്രദീപ്, ഭാര്യ ബിന്ദു എന്നിവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി. ഇന്നലെ ഇവരുടെ മൂത്ത മകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. കടം വാങ്ങിയ പണത്തിന് അമിത പലിശ ആവശ്യപ്പെട്ട് പ്രദീപും ഭാര്യയും ഭീഷണിപ്പെടുത്തിയതിൽ മനം നൊന്താണ് വീട്ടമ്മയായ ആശാബെന്നി ആത്മഹത്യ ചെയ്തത് എന്നാണ് പരാതി. ഇതിനിടെ പ്രതികളുടെ മകളെ കസ്റ്റഡിയിലെടുത്ത പോലീസ് നടപടി അന്യായമെന്ന് ആരോപിച്ച് പ്രതിഭാഗം അഭിഭാഷകർ രംഗത്ത് വന്നു. ഗാസ നഗരം പിടിച്ചെടുക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ പ്രാഥമിക നടപടികൾ ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം. ഇതോടെ ഗാസ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഗാസയുടെ പ്രാന്തപ്രദേശങ്ങൾ തങ്ങളുടെ കൈവശമുണ്ടെന്ന് സൈന്യം വ്യക്തമാക്കി. ആക്രമണത്തിന് മുന്നോടിയായി സേനയിലെ അംഗബലം കൂട്ടാൻ 60,000-ഓളം റിസർവ് സേനാംഗങ്ങളെ ഇസ്രായേൽ തിരിച്ചുവിളിച്ചു. സെയ്ദൂൺ, ജബാലിയ പ്രദേശങ്ങളിൽ സൈന്യം ഇതിനകം പ്രവർത്തിക്കുന്നുണ്ടെന്ന് സൈനിക വക്താവ് അറിയിച്ചു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഇത് അംഗീകരിച്ചു. ഈ ആഴ്ച അവസാന മന്ത്രിസഭയിൽ ഇത് അവതരിപ്പിക്കും. സമാധാന ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നതിനിടെയാണ് കടുത്ത സമ്മർദ്ദം അവഗണിച്ച് ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള നീക്കം. പത്തനംതിട്ട കോന്നിയിൽ KSRTC ഡിപ്പോയ്ക്ക് സ്ഥലം നികത്തിയതും കെട്ടിടം നിർമ്മിച്ചതും സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ. റവന്യൂ വകുപ്പിന്റെ സർവേയിലാണ് ഈ കണ്ടെത്തൽ. സ്ഥലമുടമയുടെ ഹർജിയിൽ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താൻ ഹൈക്കോടതി റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു. കയ്യേറ്റം കണ്ടെത്തിയതോടെ കോന്നിയിലെ KSRTCയുടെ പദ്ധതി അനിശ്ചിതത്വത്തിലായി. കോന്നി മങ്ങാരം വാലുതുണ്ടിൽ S രവിയുടെ ഉടമസ്ഥതയിലുള്ള 1.10 ഏക്കർ സ്ഥലമാണ് കോന്നി KSRTC ഡിപ്പോയ്ക്കായി കയ്യേറിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കോന്നി താലൂക്ക് സർവേയുടെ നേതൃത്വത്തിൽ നടത്തിയ സർവേയിലാണ് സ്ഥലം കയ്യേറിയിട്ടുണ്ടെന്ന് വ്യക്തമായത്. തുടർന്ന് സ്വകാര്യ വ്യക്തിയുടെ ഭൂമി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അളന്ന് മാർക്ക് ചെയ്തു. പഞ്ചായത്തിന് മൊത്തത്തിലുള്ള പഞ്ചായത്ത് അതിൻ്റെ അകത്ത് 1/10 എൻ്റെയാണ്. ഈ ബിൽഡിംഗ് ഇരിക്കുന്ന സ്ഥലം മുഴുവൻ എൻ്റേതാണ്. 25-26 ടാക്സ് അടക്കാൻ ചെന്നപ്പോൾ എൻ്റെ പേരില്ല, ഫോർട്ടിൽ ഉടമസ്ഥാവകാശമില്ല. അവസാനം ഫെബ്രുവരി അവസാനം ഞാൻ കൊണ്ടുവന്ന് കേസ് ഹൈക്കോടതിയിൽ പോകുന്നുണ്ട്. ഇന്നലെ KSRTC ഹെഡ് ഓഫീസിൽ നിന്ന് അവരുടെ ഡെപ്യൂട്ടി കളക്ടർ, തഹസീൽദാരെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ്, താലൂക്ക് ഓഫീസിൽ നിന്നുള്ള സർവേയർ,
KSRTC പത്തനംതിട്ടയിൽ നിന്നുള്ള ആൾക്കാരെല്ലാം മെഷർ ചെയ്ത് മാർക്ക് ചെയ്തിരിക്കുക. മുൻപ് UDF സർക്കാരിന്റെ കാലത്ത് ഡിപ്പോയ്ക്ക് വേണ്ടി പഞ്ചായത്തിന്റെ കൈവശമുണ്ടായിരുന്ന 1.93 ഏക്കറും വിലയ്ക്ക് വാങ്ങിയ 48 സെന്റും ചേർത്ത് 2.41 ഏക്കറാണ് KSRTCക്ക് നൽകിയത്. നിലമായിരുന്ന സ്ഥലം പിന്നീട് മണ്ണിട്ട് നികത്തി. ഈ സമയം രവിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം കൂടി ചേർത്താണ് നികത്തിയത്. പലരുടെയാണ് 10 സെന്റ് 20 സെന്റ് അതെല്ലാം അവർ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്ത് എന്റെ സെറ്റിൽ ചെയ്തില്ല. എനിക്ക് മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് തരാൻ പറഞ്ഞിട്ട് അത് ഫണ്ടില്ല പഞ്ചായത്തിന്റെ. പഞ്ചായത്ത് എടുത്ത് KSRTCക്ക് കൊടുക്കേണ്ട റൂൾ പ്രകാരം അത് അങ്ങനെ വിട്ടു. അപ്പം ഞാൻ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എഴുതി കൊടുത്തില്ലല്ലോ, എനിക്ക് പൈസ കൊടുത്തുകൊണ്ടിരുന്നു. 2000 കൊടുന്നു, 2015 ആയപ്പോൾ ഞാൻ അപ്രോച്ച് ചെയ്ത് എനിക്ക് പൈസ സെറ്റിൽ ചെയ്ത് അപ്പോഴത്തേനും ഒരു മണ്ണിട്ടൊക്കെ നടത്തി. അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചാൽ സ്ഥലം സർക്കാരിന് തന്നെ നൽകാനാണ് ഉടമയുടെ തീരുമാനം. ഇപ്പോൾ റവന്യൂ വകുപ്പ് മാർക്ക് ചെയ്ത ഭാഗം മതിൽ കെട്ടിത്തിരിക്കും. ഇതോടെ ഉദ്ഘാടനം അടുത്തിരുന്ന KSRTCയുടെ പദ്ധതി തന്നെ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അമൃത ന്യൂസ്, പത്തനംതിട്ട. രാജ്യത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമായി കേരളം മാറിയതിന്റെ പ്രഖ്യാപനം ഇന്ന്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 4 നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തും. തദ്ദേശ ഭരണ മന്ത്രി MP രാജേഷ് ചടങ്ങിൽ അധ്യക്ഷനാകും. മന്ത്രിമാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ഡിജിറ്റൽ സാക്ഷരതയില്ലാത്തവരെ കണ്ടെത്തി പരിശീലനം നൽകുന്നതായിരുന്നു പദ്ധതി. 8 ലക്ഷം കുടുംബങ്ങളിലെ 1.5 കോടി ആളുകളിലാണ് സർവേ നടത്തിയത്. പരിശീലനം നടത്തിയവരിൽ 15,223 പേർ 90 വയസ്സിന് മുകളിലുള്ളവരാണ്. KSRTCയുടെ പുതിയ ബസ്സുകൾ ഇന്ന് നിരത്തിലിറങ്ങും. 8 വിഭാഗത്തിലായി 143 ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. BS6 വിഭാഗത്തിലുള്ളതാണ് ബസ്സുകൾ. KSRTCയിലെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷന്റെ ഉദ്ഘാടനവും വൈകുന്നേരം ആനയറ സ്വിഫ്റ്റ് ആസ്ഥാനത്ത് നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി നിർവഹിക്കും. ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്, ലിങ്ക്, വോൾവോ, AC സീറ്റർ കം സ്ലീപ്പർ, AC സ്ലീപ്പർ, AC സീറ്റർ, മിനി ബസ് വിഭാഗത്തിലുള്ളവയാണ് പുതിയ ബസ്സുകൾ. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ മുറജപം, ലക്ഷദീപം ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിളംബര പത്രിക നടൻ മോഹൻലാൽ ഇന്ന് സ്വീകരിക്കും. രാവിലെ 7:30 ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നടക്കുന്ന ചടങ്ങിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ മോഹൻലാലിന് വിളംബര പത്രിക കൈമാറും. മുറജപത്തിന്റെ ദീപസ്തംഭം തെളിക്കുന്ന ചടങ്ങും നടക്കും. 6 കൊല്ലത്തിൽ ഒരിക്കലാണ് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടക്കുക. മകരസംക്രാന്തി ദിവസമായ 14-ന് പൊന്നും ശിവേലിയോടുകൂടി മുറജപത്തിന്റെ ചടങ്ങുകൾ സമാപിക്കും. സംസ്ഥാനത്തെ ബാങ്ക് അക്കൗണ്ട് ഗുണഭോക്താക്കൾക്ക് മുന്നറിയിപ്പുമായി സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി. അക്കൗണ്ട് എടുത്ത് 10 വർഷമായവർ അടിയന്തരമായി രേഖകൾ നൽകി KYC പുതുക്കണമെന്ന് സമിതി അറിയിച്ചു. അല്ലാത്ത പക്ഷം സർക്കാർ സഹായം അടക്കം അക്കൗണ്ടുകൾ വഴി ലഭിക്കില്ലെന്ന് സമിതി വ്യക്തമാക്കി. സ്കൂൾ, കോളേജ് കുട്ടികളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന അക്കൗണ്ട് തട്ടിപ്പിനെ കരുതിയിരിക്കണമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്തെ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഏകോപന സമിതിയായ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയാണ് എല്ലാ ബാങ്ക് അക്കൗണ്ട് ഗുണഭോക്താക്കൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 10 വർഷമായ എല്ലാ അക്കൗണ്ട് ഗുണഭോക്താക്കളും അടിയന്തരമായി KYC പുതുക്കണം. അല്ലാത്തപക്ഷം ബാങ്ക് വഴിയുള്ള എല്ലാ ഇടപാടുകളും തടസ്സപ്പെടും. 57 ലക്ഷത്തോളം അക്കൗണ്ടുകളാണ് KYC പുതുക്കാനുള്ളത്. KYC എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, നോ യുവർ കസ്റ്റമർ. നമ്മളൊരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട രേഖകൾ, അതായത് നമ്മൾ കസ്റ്റമർ എന്നുള്ള നിലയിൽ കൊടുക്കേണ്ട രേഖകൾ, ആധാർ, പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡ്, ഫോട്ടോ, അങ്ങനെയുള്ളതാണ് നമ്മൾ KYC. 10 വർഷം കഴിയുമ്പോൾ, അതായത് 10 വർഷത്തിനുള്ളിൽ നമ്മൾ വീണ്ടും ഈ ഒരു KYC പുതുപ്പിക്കണം. അതാണ് KYC. ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, നമ്മുടെ അക്കൗണ്ടിൽ ഈ സബ്സിഡി ആയിട്ട് വരുന്ന പൈസ നമ്മുടെ അക്കൗണ്ടിൽ വരും. ഉപഭോക്താവിന്, കസ്റ്റമറിന് അത് വിഡ്രോ ചെയ്യാൻ പറ്റൂല, കാരണം അത് ബ്ലോക്ക് ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഒരു ക്യാമ്പയിൻ മോഡൽ ഈ പറയുന്ന KYC ചെയ്യണം എന്ന് നമ്മൾ നിഷ്കർഷിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുള്ള ഗുണഭോക്താക്കൾക്ക് 2 തരം ഇൻഷുറൻസ് പരിരക്ഷകളാണ് ലഭിക്കുന്നത്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന പ്രകാരം വർഷം 435 രൂപ പ്രീമിയം ബാങ്കിൽ അടയ്ക്കുന്ന 18 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഗുണഭോക്താവിൻ്റെ ആശ്രിതർക്ക് അയാളുടെ മരണശേഷം 2 ലക്ഷം രൂപ ലഭിക്കും. പ്രധാനമന്ത്രി സുരക്ഷാ യോജന പ്രകാരം 20 രൂപ പ്രീമിയം അടയ്ക്കുന്ന ഗുണഭോക്താവിന് അപകടമരണം സംഭവിച്ചാൽ ആശ്രിതർക്ക് 2 ലക്ഷം രൂപയും, ഗുരുതരമായി പരിക്കുപറ്റിയാൽ ആശ്രിതർക്ക് 1 ലക്ഷം രൂപയും ലഭിക്കും. ബാങ്കിൽ നോമിനിയെ നൽകാത്തതിനെ തുടർന്ന് രാജ്യത്ത് 67,000 കോടി രൂപ കെട്ടിക്കിടക്കുന്നുണ്ട്. ഡിജിറ്റൽ തട്ടിപ്പ് കൂടാതെ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളുടെ പേരിൽ അക്കൗണ്ടുകൾ തുറന്ന് വൻ തുകകൾ കൈമാറ്റം ചെയ്യുന്ന റാക്കറ്റുകളും സജീവമാണെന്നും
ഇതിനെതിരെ കരുതിയിരിക്കണമെന്നും SLBC മുന്നറിയിപ്പ് നൽകുന്നു. സ്കൂൾ കേന്ദ്രീകരിച്ച് ബാങ്കുകളുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും. കുട്ടികളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരം തട്ടിപ്പുകളുടെ ഹോട്ട്സ്പോട്ടാണ് കേരളമെന്നും SLBC കൺവീനർ പ്രദീപ് KS പറഞ്ഞു. സംസ്ഥാനത്ത് ഇപ്പോഴും അക്കൗണ്ടുകളില്ലാത്ത 3 മുതൽ 4% ആളുകളുണ്ടെന്നും 100% അക്കൗണ്ടുകൾ ആക്കുക എന്നതാണ് SLBCയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഹിമാചൽ പ്രദേശിൽ പ്രളയവും മഴക്കെടുതിയും തുടരുന്നു. ഇതുവരെ മരണം 276 മഴക്കെടുതിയിൽ മാത്രം മരിച്ചത് 143 പേരാണ്. മഴയെ തുടർന്നുണ്ടായ റോഡ് അപകടങ്ങളിലാണ് 133 പേർക്ക് ജീവൻ നഷ്ടമായത്. ദേശീയപാത 305 ഉൾപ്പെടെ പലയിടത്തും റോഡ് ഗതാഗതം താറുമാറായ അവസ്ഥയിലാണ്. മണ്ണിടിച്ചിലും മഴയും ശക്തമായ പശ്ചാത്തലത്തിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കത്ത് ചോർത്തൽ വിവാദങ്ങൾക്കിടെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. പോളിറ്റ് ബ്യൂറോയ്ക്ക് ലഭിച്ച പരാതി ചോർത്തി എന്ന ഗുരുതര ആരോപണത്തിൽ ഇതുവരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. കത്ത് ചോർത്തൽ വിവാദവും എടുക്കേണ്ട നിലപാടുകളും സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യും. UK-ലെ CPM പ്രതിനിധി രാജേഷ് കൃഷ്ണയ്ക്കെതിരെയും CPM നേതാക്കൾക്കെതിരെയുമുള്ള പരാതി MV ഗോവിന്ദന്റെ മകൻ ചോർത്തി കുറ്റാരോപിതന് നൽകിയെന്നതാണ് ചെന്നൈയിലെ വ്യവസായിയായ മുഹമ്മദ് ഷർഷാദിന്റെ ആരോപണം. ഈ ആരോപണം ഉയർന്നതിന് പിന്നാലെ ആദ്യമായിട്ടാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുന്നു. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിപണിയിൽ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇന്നലത്തെ ഇതിൽ നിന്നും മാറ്റമില്ലാതെയാണ് വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ 4 ദിവസമായി തുടർച്ചയായി വിപണിയിലുണ്ടായിട്ടുള്ള നിക്ഷേപ താല്പര്യം എല്ലാ സാങ്കേതിക നിലവാരങ്ങളും ഭേദിച്ചുകൊണ്ട് നേട്ടത്തിൽ അവസാനിപ്പിക്കുന്നതിന് സഹായകമായി. പ്രത്യേകിച്ച് മുൻനിര സൂചികയായി നിഫ്റ്റി 25,000 എന്ന പ്രധാന നിലവാരം ഭേദിച്ച് വ്യാപാരം അവസാനിപ്പിച്ചു. ഇത് വരും ദിവസങ്ങളിലും വിപണി മുന്നോട്ട് നീങ്ങും എന്നുള്ളതിൻ്റെ സൂചന നൽകുന്നതാണ്. മാത്രമല്ല, കുറച്ച് നാളുകളായി വിൽപ്പന സമ്മർദ്ദത്തിലായിരുന്ന IT മേഖലയിൽ പ്രത്യേകിച്ചും TCS, ഇൻഫോസിസ് തുടങ്ങിയ പ്രധാന IT ഓഹരികളിൽ ഉണ്ടായിട്ടുള്ള ഒരു നിക്ഷേപ താല്പര്യം കാണിക്കുന്നതും താഴ്ന്ന നിലവാരത്തിൽ നിക്ഷേപം തുടരാൻ ചില ഓഹരികളിൽ പ്രേരണ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇതും വിപണി മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷ നൽകുന്നതാണ്. ആഗോള സാഹചര്യങ്ങൾ അനുകൂലമായി തന്നെ തുടരുന്നുണ്ട്. മാത്രമല്ല, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പനയുടെ തോത് കഴിഞ്ഞ 2 ദിവസമായി കുറയുകയും ചെയ്തിട്ടുണ്ട്. ഇതും വിപണി മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷ നൽകുന്നതാണ്. എന്നാൽ സാങ്കേതികമായി വിപണി മുന്നോട്ടുള്ള ഈ ഒരു നേട്ടം തുടരും എന്ന് ഉറപ്പാക്കണമെങ്കിൽ മുൻനിര സൂചികയായി നിഫ്റ്റിക്ക് 21,100 എന്ന നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കേണ്ടതുണ്ട്. ഓഹരി വിപണി ഇന്നും നേട്ടത്തിലായിരിക്കും ആരംഭിക്കുക. വിപണിയുടെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയായിരുന്നു ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ്. ഓണക്കാലം ആഘോഷമാക്കാൻ വൻ വിലക്കുറവുമായി കേരള ദിനേശിന്റെ ഓണം സ്റ്റാൾ. കണ്ണൂർ പോലീസ് മൈതാനിയിൽ ആരംഭിച്ച ഓണം സ്റ്റാൾ ചലച്ചിത്ര താരം ഇർഷാദ് ഉദ്ഘാടനം ചെയ്തു. 1,300 രൂപ വിലയുള്ള 21 ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ഓണക്കിറ്റിന് 999 രൂപയ്ക്കാണ് ലഭിക്കുക. ഇതിനു പുറമെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ഗാർമെന്റ്സ് ഉൽപ്പന്നങ്ങളും കുട്ടികൾക്കുള്ള വസ്ത്രങ്ങളും വലിയ വിലക്കുറവിൽ സ്റ്റാളിൽ നിന്ന് ലഭിക്കും. രാവിലെ 10 മണി മുതൽ 8 മണി വരെയാണ് സ്റ്റാൾ പ്രവർത്തിക്കുക. സെപ്റ്റംബർ 4 വരെ സ്റ്റാൾ ഉണ്ടാകും. കേരള ദിനേശ് ചെയർമാൻ MK ദിനേശ് ബാബു അധ്യക്ഷനായി. കൈത്തറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അരക്കൻ ബാലൻ ഡോക്ടർ രേഷ്മിതയ്ക്ക് കൈമാറി ആദ്യ വിൽപ്പന നടത്തി. കേരള ദിനേശ് കേന്ദ്ര സംഘം സെക്രട്ടറി MM കിഷോർ കുമാർ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ KS അജിമോൻ തുടങ്ങിയവർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഷീമാട്ടിയുടെ ഏറ്റവും പുതിയ സാരി ബ്രാൻഡ് ആയ ദി ഗ്രേറ്റ് ഇന്ത്യൻ സാരിയുടെ ഫ്ളാഗ്ഷിപ്പ് സ്റ്റോറുകൾ കൊച്ചിയിലെയും കോട്ടയത്തെയും ഷീമാട്ടി ഷോറൂമുകളിൽ തുറക്കുന്നു. കൊച്ചി ഷീമാട്ടിയിൽ 38,000 ചതുരശ്ര അടിയിലും കോട്ടയം ഷീമാട്ടിയിൽ 20,000 ചതുരശ്ര അടിയിലുമാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ സാരിയുടെ പുതിയ ഷോറൂമുകൾ ഒരുങ്ങുന്നത്. സിന്ദൂർ എന്ന പേരിൽ പ്രത്യേക ഓണം കളക്ഷൻസും ഷീമാട്ടി പുറത്തിറക്കുന്നുണ്ടെന്ന് ഷീമാട്ടിയുടെ CEOയും ലീഡ് ഡിസൈനറുമായ ബീന കണ്ണൻ പറഞ്ഞു. വിവാഹത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ലഭ്യമാക്കുന്ന വെഡ്ഡിംഗ് മാറ്റേഴ്സ്, ദി സ്റ്റൈലിസ്റ്റ് എന്നീ ബ്രാൻഡുകളും വിപണിയിൽ അവതരിപ്പിച്ചു. ഇന്ത്യയിലെ 200-ലധികം സാരി ട്രഡീഷണൽ, ഫ്യൂഷൻ, മോഡേൺ ഡിസൈനുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 100,000-ലധികം സാരികളാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ സാരി എന്ന ബ്രാൻഡിന് കീഴിലായി ഒരുക്കിയിരിക്കുന്നത്. ദേശീയ സേവാഭാരതിയുടെയും തൃശൂർ ഊരകം സഞ്ജീവനി സേവാ സമിതിയുടെയും സൗജന്യ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിർധനരായ രോഗികൾക്ക് തീർത്തും സൗജന്യമായി ഡയാലിസിസ് ചെയ്ത് നൽകുന്ന സംരംഭത്തിന് തൃശൂർ ഊരകത്ത് തുടക്കം കുറിച്ചു. ദേശീയ സേവാഭാരതിയും ഊരകം സഞ്ജീവനി സമിതിയും ചേർന്ന നിർധന രോഗികൾക്കായി പണിത ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ നിർവഹിച്ചു.
സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന കൈകൾക്കാണ് പ്രാധാന്യമെന്ന് TS പട്ടാഭിരാമൻ പറഞ്ഞു. ഡയാലിസിസ് വലിയ സാമ്പത്തിക ചെലവുകളുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊടുക്കുന്ന കൈകൾക്കാണ് മഹാത്മ്യം പ്രാർത്ഥിക്കുന്ന ചുണ്ടുകളെക്കാൾ. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ദൈവമില്ല എന്നല്ല ഞാൻ പറയണത്. നേരിൽ കാണുന്ന കാര്യങ്ങൾക്ക് ദൈവത്തോട് ചോദിക്കേണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രധാനം. മുതിർന്ന RSS പ്രചാരകൻ S സേതുമാധവൻ സേവാ സന്ദേശം നൽകി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. ഡയാലിസിസിന് യൂണിറ്റിൽ 10 ബെഡുകളും 4 മെഷീനുകളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. നിർധനരായിട്ടുള്ള രോഗികൾക്ക് തീർത്തും സൗജന്യമായിട്ടായിരിക്കും ഡയാലിസിസ് യൂണിറ്റിന്റെ സേവനം. ഇതിന്റെ ഭാഗമായി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. IPL മാതൃകയിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ലീഗായ കേരള ക്രിക്കറ്റ് ലീഗിന്റെ 2ാം സീസണ് ഇന്ന് ആരംഭിക്കും. കാരവിട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ആദ്യ സീസണിലേതുപോലെ 6 ടീമുകൾ മാറ്റുരയ്ക്കും. ട്രിവാൻഡ്രം റോയൽസ്, ഏരീസ് കൊല്ലം സെയിലേഴ്സ്, കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്, തൃശൂർ ടൈറ്റൻസ്, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, ആലപ്പി റിപ്പിൾസ് എന്നീ 6 ടീമുകളാണ് KCL 2ാം എഡിഷനിൽ ഏറ്റുമുട്ടുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സെയിലേഴ്സ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. വൈകുന്നേരം 7:30 നടക്കുന്ന 2ാം മത്സരത്തിൽ അദാനി ട്രിവാൻഡ്രം റോയൽസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നേരിടും. എല്ലാ ദിവസവും 2 മത്സരങ്ങളുണ്ട്. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക.